ഓഫീസർമാരെയും പോലീസുകാരെയും നാടുകടത്തി പാവപ്പെട്ട കൃഷിക്കാരനെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കാൻ അന്ന് കഴിഞ്ഞത് എന്ന് കാര്യം ഓർക്കുന്നു. ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ ഇപ്പോൾ വണ്ടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന BJPയുടെ കുടുംബ സംഗമത്തിൽ ഞാൻ വന്നിരിക്കുന്നത് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്ത് BJPയുടെ സ്വന്തമായി മാറണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ നിർണായക ശക്തിയായി BJP മാറുന്നതിന് വണ്ണപ്പുറം മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആത്മാർത്ഥമായ സേവനം ഉണ്ടാകണം എന്നുകൂടി ഞാൻ ഓർപ്പിക്കുന്നു. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരികയാണ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നല്ലവരായി നിങ്ങൾ ആത്മാർത്ഥമായി ഇറങ്ങിത്തിരിക്കണം, വോട്ടുകൾ സമാഹരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് പിണങ്ങേണ്ടതായിട്ടില്ല. BJP സാധാരണ മത്സര രംഗത്ത് നിൽക്കുന്നത് മത്സരിക്കാൻ വേണ്ടി മാത്രമാണ്, ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല. വളരെ ചുരുക്കമാണ് ജയിക്കാൻ വേണ്ടി നിൽക്കുന്നത്. എന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു സംശയം വേണ്ട, വിജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജോലി വളരെ 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 വിലപ്പെട്ടതാണ്. ഇനി കാത്തിരിക്കാൻ സമയമില്ല. ലോക ജനതയുടെ മുമ്പിൽ ആരാധ്യ പുരുഷനായി മാറിയിരിക്കുന്ന മോദിജി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, BJPയുടെ ബഹുമാനപ്പെട്ട നേതാവ്, അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്ന മഹത്തായ നേട്ടങ്ങൾ, ഇന്ത്യയുടെ ഭാരതത്തിന്റെ നേട്ടങ്ങൾ, ആ നേട്ടങ്ങളുടെ അംശം പറ്റുന്നവരാണ് മലയാളികളും എന്ന വസ്തുത ഒളിച്ചു വെച്ചുകൊണ്ട് ഒരുപറ്റം കശ്മലന്മാർ പോകുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന BJPയുടെ സംഭാവനകൾ ഈ കേരള സംസ്ഥാനത്ത് എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ചുമതലയും ഈ പാർട്ടിയുടെ നല്ലവരായ നിങ്ങൾ ഏറ്റെടുക്കണം എന്നെനിക്ക് അഭ്യർത്ഥനയുണ്ട്. മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി 10 വർഷക്കാലം കൊണ്ട് കേരളത്തെ ഏത് നിലയിൽ എത്തിച്ചിരിക്കുന്നു, ഇന്ത്യയെ ഏത് നിലയിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് ചിന്തിക്കേണ്ട പ്രശ്നം. മോദി കടന്നു വരുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മഹത്തായ ഭാരതം കടന്നു പോകാൻ കഴിയാത്ത നിലയിൽ സാമ്പത്തിക രംഗം ഉൾപ്പെടെ തകർക്കപ്പെട്ട നിലയിലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിന്റെ ഭരണകാലം കഴിഞ്ഞ് താറുമാറാക്കപ്പെട്ട ഒരു ഭരണ സംവിധാനത്തിലേക്കാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി കടന്നു വന്നത്. ഇപ്പോ 10 വർഷം കൊണ്ട് എന്തായി? ലോക സാമ്പത്തിക രംഗത്ത് 5ാമത്തെ രാഷ്ട്രമായി, 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഈ ഭാരതത്തെ മാറ്റിയെടുക്കാൻ മോദി എന്ന് പറയുന്ന മഹാനായ ഈ നേതാവിന് കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം നിങ്ങൾ ജനങ്ങളെ ഓർപ്പിക്കണം. തീർന്നില്ല. ഒരു 3 വർഷം കഴിയുമ്പോൾ, ഞാൻ 3 എന്ന് പറഞ്ഞെങ്കിലും 4 പോയെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മോദിജിയുടെ ഭാരതം മാറാൻ പോവുകയാണ്. ഒരു സംശയം വേണ്ട. അത് നിസ്സാരകാരിയല്ല. ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട, മലയാളികൾ എന്നതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യ എന്ന് പറയാൻ കൊള്ളുകയില്ല എന്ന അഭിപ്രായം പലരും പറയുന്നെങ്കിലും ഇന്ത്യ മഹത്തായ ഭാരതം തന്നെ പറഞ്ഞു പഠിക്കുക. ആ ഭാരതം ഇതുപോലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയരുമ്പോ മോദിജിയെയും BJPയെയും കേന്ദ്രഭരണത്തെയും എപ്പോഴും അപമാനിക്കുകയും കേന്ദ്രഭരണത്തെ തകർക്കാൻ വേണ്ടി വൃത്തികെട്ട കള്ളപ്രചരണം നടത്തുകയും ചെയ്യുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവുമായ UDF LDFുമായ കക്ഷികൾ പിണറായി വിജയൻ ഉൾപ്പെടെ ഭരിക്കുന്ന ഈ കേരളം എവിടെ പോയി നിൽക്കുന്നു? നിങ്ങൾ ചർച്ച ചെയ്യും. കണ്ടില്ല എന്ന് വെച്ച് പോകാൻ പറ്റില്ല. ഇന്ന് കേരളത്തിന്റെ കടമെത്രയാണ്?
അഞ്ചാമത്തെ സ്വാതന്ത്ര്യ ശക്തിയായി ഭാരതം മാറിയിരിക്കുമ്പോ കൊച്ചു കേരളം 600 കിലോമീറ്റർ നീളവും 67 കിലോമീറ്റർ ആവറേജ് വീതിയുമുള്ള ഒരു കൊച്ചു കേരളം, ഞാനും നിങ്ങൾ അധിവസിക്കുന്ന കേരളം, 3 കോടി 3.5 കോടി ജനങ്ങൾ താമസിക്കുന്ന ഈ കൊച്ചു കേരളം എവിടെ പോയി നിൽക്കുന്നു? 4,50,000 കോടി രൂപ കടത്തിലായിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതെങ്ങനെ വരും? പഠിക്കണ്ടേ? 4,50,000 കോടി രൂപ കടമാകുമ്പോ ഐസക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നത്, കിഫ്ബി ഉൾപ്പെടെ എടുത്ത് പറയുന്നത് എന്താ? ഞങ്ങൾ റോഡുണ്ടാക്കി, കലുങ്കുണ്ടാക്കി, പാലമുണ്ടാക്കി എന്നാണ് പറയുന്നത്. വളരെ വിനയത്തോടുകൂടി അവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത നികുതി പണം എവിടെ പോയി? നിങ്ങളുണ്ടാക്കിയിരിക്കുന്ന പാലങ്ങളും റോഡുകളും എല്ലാം എടുത്താലും നികുതി പണത്തിന്റെ അത്രയും വരുന്നില്ലല്ലോ. ഞാൻ ഈ വണ്ണപ്പുറത്തേക്ക് വന്നപ്പോ ഒരു 5-6 കിലോമീറ്റർ അകലെ വെച്ച് ഞാനൊരു കുഴിയിലേക്ക് പോയാലും നേരെ റോഡ് വിട്ട് വരിക, വന്നപ്പോൾ വഴിയില്ലെന്നായി. അത് ഈ വണ്ണപ്പുറത്ത് മാത്രമല്ല, പലയിടത്തും ഇങ്ങനെയാണ് ഇവന്മാർ റോഡ് പണിത് വെച്ചിരിക്കുന്നത്. വികസന കാര്യം പറയാൻ വന്നല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ കോൺട്രാക്ടർക്ക് എത്ര കോടി രൂപ കട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ്, ഞാൻ അന്വേഷിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് 4,50,000 കോടി രൂപ കടക്കണിയിലാക്കിയിരിക്കുന്നു കേരളത്തെ. പിണറായി അമ്മ പറയുന്നത് എന്താ? കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ എപ്പോഴും ചീത്ത വിളിക്കുക. ഡൽഹിയിൽ പോയി സത്യാഗ്രഹം ഇരിക്കുക, എന്നിട്ട് പ്രധാനമന്ത്രി നേരിട്ട് പോയി കണ്ട് കൈകൂപ്പി കാല് പിടിക്കുക. ഇതാണ് ഇപ്പം പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളുടെ സ്വഭാവം അതാണ്. സത്യത്തിൽ എന്താണ്? ധനകാര്യമന്ത്രി, നമ്മളെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി, അയാള് നിയമസഭയിൽ പറഞ്ഞെന്താ? 3,100 കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റ് സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. ന്യായമാണ് പറയുന്നത്, അവൻ സത്യമാണ്. ബാലഗോപാൽ വല്ലപ്പോഴും സത്യം പറയുന്ന സ്വഭാവമുള്ള ആളാണ്. ആ 3,100 കോടി രൂപ കൊടുക്കാനുണ്ടെന്ന കാര്യം കേന്ദ്ര ധനകാര്യമന്ത്രി സീതാരാമനും പാർലമെന്റിൽ സമ്മതിച്ചു. എന്താണ് അവർ പറഞ്ഞത്? ഞങ്ങൾ എന്തിനു വേണ്ടി പണം കൊടുത്തോ ആ പണം അതിനു വേണ്ടി ചെലവഴിക്കണം. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട, കേരളം ചെയ്യേണ്ടത്, പ്രേമചന്ദ്രനാണ് മറുപടി കൊടുത്തത് ധനകാര്യമന്ത്രി, ഞങ്ങൾ ഇന്ത്യ ആവശ്യത്തിന് വേണ്ടി പണം തന്നാൽ അതിനു വേണ്ടി ചെലവഴിച്ച് ആ ചെലവഴിച്ചതിന്റെ കണക്കുകൾ ഞങ്ങൾക്ക് തന്നാൽ ബാക്കി കൊടുത്തരാം. ശരിയാണ്, 3,100 കൊടുക്കാനുണ്ട്, ബാക്കി നേരത്തെ കൊടുത്തതാണ്. ഈ 3,100 കൊടുക്കണമെങ്കിൽ കൊടുത്തതിന്റെ കണക്ക് കിട്ടണം. പക്ഷേ 8 അല്ല 9 റിമൈൻഡർ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടും ധനകാര്യ വകുപ്പിൽ നിന്ന് വന്നിട്ടും ഇന്ന് വരെ കേരള സർക്കാർ അതിന്റെ കണക്ക് കൊടുത്തിട്ടില്ല. എന്താ കാര്യം? എന്താ കണക്ക് കൊടുക്കാത്തത് ചോദിച്ചാൽ എങ്ങനെ കണക്ക് കൊടുക്കുന്നു? വകമാറ്റി ചെലവഴിക്കുക. എങ്ങനെ വകമാറ്റി ചെലവഴിച്ചു? മുഖ്യമന്ത്രിയും മകളും മരുമകനും ഭാര്യയും കൊച്ചുമക്കൾ കൂടെ അമേരിക്കയ്ക്ക് പോവുക. അവിടെ പോയി എന്താന്ന് ഞാൻ പിന്നെ പറയാം. അവിടുന്ന് ദുബായ് ഉൾപ്പെടെയുള്ള അറേബ്യൻ രാജ്യങ്ങളിലേക്ക് പോവുക. 8 രാജ്യങ്ങൾ മുഴുവൻ സന്ദർശിച്ച് തിരിച്ചു വരിക. ചെലവ് 3 കോടി രൂപ. ഈ കണക്ക് എങ്ങനെ കൊടുക്കും? മുഖ്യമന്ത്രിയുടെ വീട്ടിലെ 1ാം നിലയിലേക്ക് പോകുന്നതിന് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന്, തറ നിലയിൽ നിന്ന് ലിഫ്റ്റ് ഉണ്ടാക്കുന്നതിന് ചെലവ് 25 ലക്ഷം രൂപ. പശുവിനെ വളർത്താൻ മുഖ്യമന്ത്രി തീരുമാനിച്ചപ്പോ കിളിഫ് ഹൗസ് കോമ്പൗണ്ടിൽ പശുക്കൂട് പണിത് 45 ലക്ഷം രൂപ. 6 പശുക്കളൊക്കെ അവിടെ കൊണ്ടുവന്നപ്പോ അപ്പോഴാണ് പിണറായി അറിഞ്ഞത് പശുവിന് ചാണകം ഉണ്ടെന്ന്. പിന്നീട് ചാണകം കൂട് പണിയാൻ വേണ്ടി, ചാണകം ഇടുന്ന തടം ഉണ്ടാക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ. കിളിഫ് ഹൗസിന്റെ കർട്ടനും അനുബന്ധമായ സൗകര്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടി 17 കോടി രൂപ.
ക്ലിഫ് ഹൗസിന് പൊക്കി വെക്കാൻ ക്ലിഫ് ഹൗസ് പുറത്തുനിന്ന് ആരും നോക്കാതിരിക്കാൻ വേണ്ടി അതിന് എത്ര ലക്ഷം രൂപ എന്ന് എനിക്ക് കണക്ക് കറക്റ്റ് ഓർക്കുന്നില്ല. ഈ കണക്ക് കൊണ്ട് കേന്ദ്രത്തിൽ കൊടുക്കാൻ പറ്റും. ഈ കണക്ക് പുറത്തു വന്നാൽ പ്രശ്നമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ട് ആ കണക്കൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ ഞാൻ വിനയത്തോട് നിങ്ങൾ പറയട്ടെ, യാതൊരു സംശയമില്ല, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അർഹതപ്പെട്ട പണം മോഷ്ടിച്ചുകൊണ്ട് കൊള്ളയടിച്ചുകൊണ്ട് നീങ്ങുന്ന പിണറായിയുടെ മകളും പൂജപ്പുര സെൻട്രൽ ജയിലിൽ താമസിയാതെ കിടക്കും. ഒരു സംശയം വേണ്ട, ധൈര്യമായിട്ട്. അത് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലല്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന SFIOയുടെ അന്വേഷണം. SFIO എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിചാരിച്ച SFI പിള്ളേരെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയായിട്ട് അബദ്ധം പറ്റില്ല. ആ അന്വേഷണം ഏകദേശം തീർന്നിരിക്കുന്നു. സ്വാഭാവികമായി 1,72,00,000 രൂപ കൈപ്പറ്റി എന്ന് പിണറായിയുടെ മകൾ സമ്മതിച്ചിരിക്കുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ആ 1,72,00,000 രൂപ പിണറായിയുടെ മകൾ കൈപ്പറ്റിയപ്പോ അത് കൊടുത്ത CMRL എന്ന് പറയുന്ന കമ്പനി 40,000 കോടി രൂപയുടെ കരിമണലാണ് മോഷ്ടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയണം. 40,000 കോടി രൂപ. ഞാൻ അറിയുന്നയാളാ കർത്ത. അയാൾ എന്നോട് പറഞ്ഞത്, ഞാൻ എല്ലാ രാഷ്ട്രീയക്കാർക്കും കാശ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു. അപ്പൊ കോൺഗ്രസിനും കൊടുത്തിട്ടുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടപ്പോഴോ കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDF നേതാക്കന്മാരും അതുപോലെ തന്നെ ഇടതുപക്ഷ നേതാക്കന്മാരും മക്കളും ഉൾപ്പെടെ 5,000 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചിരിക്കുക. എന്നിട്ടാണ് എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട, കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട 40,000 കോടി രൂപയുടെ കരിമണൽ കർത്ത തട്ടിയെടുത്തുകൊണ്ട് പോയത്. അയാൾക്ക് 5,000 കോടിയുടെ 10,000 കോടി പോയാൽ ബാക്കി ലാഭമല്ലേ? ഒരു പൈസ മുടക്കില്ലാതെ. അതിന്റെ അന്വേഷണം തടയാൻ വേണ്ടി എത്ര തവണ ഇപ്പൊ കോടതിയിൽ പോയി പിണറായി? കേരള ഹൈക്കോടതി പോയല്ലോ KICDCയുടെ പേരിൽ. അവിടെ ഒരു ദിവസം വാദിക്കുന്നതിന് 25 ലക്ഷം രൂപ മേടിക്കുന്ന വക്കീലിനെയാണ് കൊണ്ടിരുന്നത് പിണറായി. KICDC ആള് തന്നെയാണ് കർണാടകത്തിലും വന്നത്. ഇവിടുത്തെ ഹൈക്കോടതി നിന്ന് രക്ഷ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ കർണാടക ഹൈക്കോടതി പോയല്ലോ. കർണാടക ഹൈക്കോടതി അല്പം കൂടി കടുപ്പിച്ച വിധി പറഞ്ഞു. ക്ലീൻ മോഷണമാണെന്ന വിധിയാണ് പറഞ്ഞിരിക്കുന്നത്. രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, താമസിയാതെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന എന്ന് പറയാൻ കഴിയുന്ന സഖാവ് പിണറായി മകളും ഭാര്യയും മകനും ഉൾപ്പെടെ മരുമകൻ ഉൾപ്പെടെ ജയിലിൽ കിടക്കുന്നത് കാണാനുള്ള ദുര്യോഗം നമുക്കുണ്ടാകാൻ പോകും. യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. ഇങ്ങനെ ഒരു ഭരണം നമുക്ക് ആവശ്യമുണ്ട്. ലോകത്തിന് മുഴുവൻ മാതൃകയായി ഒരു ഭരണം കേന്ദ്രത്തിലിരിക്കുന്നു. അഴിമതിക്കെതിരായി ശബ്ദിക്കുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ഭരണം നിലനിൽക്കും. അപ്പോ ഈ കൊച്ചു കേരളത്തിൽ മോഷണവും പിടിച്ചുപറിയും മാത്രമുള്ള ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇരിക്കുന്നു. മന്ത്രിമാരാരാന്ന് ആർക്കും തന്നെ അറിയില്ല. അങ്ങനെ നമുക്ക് ഇത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല. ശക്തമായി പ്രതികരിക്കുന്നവരാകണം നമ്മൾ. BJP ശക്തമായി പ്രതികരിക്കും, ഒരു സംശയം വേണ്ട. ആ നിലയിൽ തന്നെ മുമ്പോട്ട് പോയിട്ടുണ്ട് എന്ന് മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, മറ്റ് വിശദാംശങ്ങളൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മുടെ BJPയുടെ നേതൃത്വത്തിലുള്ള പദയാത്ര പ്രിയങ്കരനായ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ, സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അതിൽ മലപ്പുറം ഒഴിച്ചുള്ള 13 ജില്ലകളിൽ ജാഥയിൽ സുരേന്ദ്രൻ തന്നെയാണ് നേതൃത്വം കൊടുത്തത്. മലപ്പുറത്ത് മാത്രം അദ്ദേഹം അവധിയായിരുന്നു. അത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് നേതൃത്വം കൊടുത്തത്. ഇന്നലെ അതിന്റെ സമാപനമായിരുന്നു തിരുവനന്തപുരത്ത്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി തന്നെ വന്നിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ആ സമാപന സമ്മേളനം എനിക്ക് അത്ഭുതം തോന്നുന്നു.
8:45 ഹോളിലെത്തിയ ജനം 2:15-2:30 പിരിഞ്ഞ് പച്ച വെള്ളം പോലും കഴിക്കാതെ. ആ മോദി എഫക്റ്റ് അത് തന്നെയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. ജനങ്ങളെല്ലാം ആകാംക്ഷയോട് കാത്തിരുന്ന അദ്ദേഹം വന്ന പ്രസംഗം മുഴുവൻ കേട്ടു. അദ്ദേഹം കേരളത്തിൽ വന്ന് ചെയ്ത ഒരു കാര്യം, ISROയിൽ അദ്ദേഹം നടത്തിയ ഉദ്ഘാടനങ്ങളൊക്കെ നിങ്ങൾ പത്രത്തിൽ നിന്ന് വായിച്ചു കാണും. ആദ്യമായി ഒരു മലയാളി ISROയിൽ റോക്കറ്റിൽ ആകാശത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന സന്തോഷകരമായ കാര്യവും ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടാണ് പോയത് എന്നുള്ള അർത്ഥം. മലയാളികൾക്കെല്ലാം അഭിമാനമാണ്. ആ അഭിമാനത്തിൽ നമുക്കും പങ്കുചേരാം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. സുഹൃത്തുക്കൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുകയായിരുന്നു, ജയിക്കാൻ വേണ്ടി മത്സരിച്ചില്ല. ഇവിടെ വണ്ണപ്പുറത്ത് ജയിക്കാൻ വേണ്ടി മത്സരിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. ആ ജയിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ആ മത്സരം ഇവിടുത്തെ 18 വാർഡുകളിലും ഉണ്ടാകണം. 18 വാർഡുകളിലും അതുപോലുള്ള മത്സരമുണ്ടായാൽ 18 വാർഡിലും BJPയുടെ താമര ചിഹ്നം വിജയക്കൊടി പാറിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ എനിക്ക് ഒരു തർക്കവുമില്ല. ഇവിടെ പ്രിയങ്കനായ സെക്രട്ടറി സ്വാഗതം പറഞ്ഞപ്പോൾ, പ്രിയങ്കനായ സുരേഷ് കുമാർ അദ്ദേഹം സ്വാഗതം പറഞ്ഞപ്പോൾ ഏകദേശം ഒരു ലൈൻ അദ്ദേഹം ചെയ്യുന്നത് പറയുണ്ടായി. അതോടൊപ്പം അദ്ദേഹം ഒരു നിർദ്ദേശവും നമുക്കെല്ലാം തന്നു. കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. യോഗം ഒരുപാട് കുറവുകൊണ്ട് തീർക്കണം. ഞാനത് കേട്ടു, ശ്രദ്ധിച്ചു. എന്ന് മാത്രമല്ല, 9 മണിക്ക് ഇവിടെ എല്ലാം തീർത്തിട്ട് ഭക്ഷണം കൂടെ കൊടുത്തു കൊടുക്കണം. ഭക്ഷണം എന്നതാണ് ഫിഷ് കറി മീൽസ് ചോറ. എന്നാ കിട്ടെ ഫിഷ് കറി മീൽസ് അവിടെ കഴിച്ചിട്ടേ പോവാം. അത് ഫിഷ് കറി മീൽസ് ഞാൻ എടുത്തോന്ന് പറഞ്ഞാൽ ഈ പെങ്കുച്ചുങ്ങളാകുമ്പോൾ ഇപ്പം ഈ മീൻ കറി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഏതായാലും ഭക്ഷണം കഴിച്ച് നിങ്ങൾ പോകാം. പക്ഷെ ഞാൻ നിങ്ങളോട് വിനയത്തോട് പറഞ്ഞാൽ ദീർഘിപ്പിക്കുന്നില്ല, വളരെ ചുരുക്കിയാണ് പറയുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ചെറിയ സമയം പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. ശരിയായ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താൻ നമുക്ക് കഴിഞ്ഞു എന്നെനിക്ക് സംശയം. പാർലമെന്റ് ഞാൻ സമ്മതിക്കുന്നു, കുറ്റം തയ്യാറാണ്, നമുക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഉള്ള സമയം കൊണ്ട് ഇനിയും 2 മാസം ഉണ്ടല്ലോ, നിങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വണ്ണപ്പുറം പഞ്ചായത്തിലെ BJPയുടെ ശക്തി ലോകത്തിന് തെളിയിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ്. പലരും കരുതുന്ന 2003 അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു MLA ഇല്ലാത്ത BJPക്കാരൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവരോട് വളരെ വിനയത്തോടുകൂടി പറയുന്നു, 2026 അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖ കക്ഷിയായി നിയമസഭയിൽ അംഗബലമുള്ള കക്ഷിയായി BJP മാറിയിരിക്കും. ഇത് സത്യം, യാതൊരു സംശയം വേണ്ട. മോദിജി ആഗ്രഹിക്കുന്നത് 2029 തെരഞ്ഞെടുപ്പുകൾ പാർലമെന്റും അസംബ്ലിയും പഞ്ചായത്തുകളും ഒരുമിച്ച് നടത്തണം. അങ്ങനെയാണെങ്കിൽ 2029 തെരഞ്ഞെടുപ്പ് നടന്നാൽ BJP ഒറ്റയ്ക്ക് കേരളം ഭരിക്കുന്നത് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ ശക്തമായി പ്രവർത്തിക്കണം, ഒരു വിട്ടുവീഴ്ചയില്ലാതെ ശ്രമിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മറ്റു വിശദാംശങ്ങളൊന്നും കിടക്കുന്നില്ല. ഇന്ന് പ്രിയങ്കരായ സുരേഷ് കുമാർ പറഞ്ഞതനുസരിച്ച് പ്രിയങ്കരായ പല നേതാക്കളെയും എല്ലാവരെയും ഒന്ന് അഭിനന്ദിക്കാനാണ് ഇന്ന് കൂടിയത്. ഇതിൽ കുമാരി സിനി സെബാസ്റ്റ്യൻ ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറയുന്നു. എന്ത് വലിയ സ്ഥാനമാണ് കൊച്ച് അലങ്കരിക്കുന്നത്. ആ കൊച്ചൊക്കെ പോയി ഈ വണ്ണപ്പുറത്തെ ഒരു കുടുംബം ആണ് എന്ന് പറയുന്നത് പോലും ഈ നാടിന് അഭിമാനമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. അത് വളരെ മഹത്തായ വലിയ വ്യക്തിത്വങ്ങളെയാണ് ആദരിക്കുന്നത്. ഞാൻ എല്ലാവരുടെയും പേര് ഇവിടെ പറയുന്നില്ല, കാരണം അത് വിളിച്ച് ആദരിക്കാൻ പോവുകയാണ്. ഇന്ന് ആദരിക്കപ്പെടുന്ന എല്ലാ പ്രതിഭകളായിട്ടുള്ള വണ്ണപ്പുറം നിവാസികളുടെ സ്നേഹസമ്പന്നരായ എല്ലാവരെയും ആത്മാർത്ഥമായ ഒരു പൊതുപ്രവർത്തനം നിലയിൽ ഞാൻ അഭിനന്ദിക്കുന്നു.
നിങ്ങളുടെ ജീവിതം വരുന്ന തലമുറയ്ക്കൊരു മാർഗമായി അവർക്കൊരു അവര് നിങ്ങളെ കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ മാതൃകയായി മാറട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റു വിശദാംശങ്ങൾ ഒന്നും കടക്കുന്നില്ല. ഈ കുടുംബ സംഗമം സംഘടിപ്പിച്ച BJPയുടെ ജില്ലാ പ്രസിഡന്റ് രോഗിയായിരുന്നു എന്ന് എനിക്കറിയാം, ചാർജ് എടുത്തതേ ഉള്ളൂ. എങ്കിലും സന്തോഷ് കുമാർ ജില്ലാ പ്രസിഡന്റ് ചാർജ് എന്നോട് പറഞ്ഞിരുന്നു. ഏതായാലും അസുഖം പോയി എന്ന് കാണുന്ന സന്തോഷമുണ്ട്. അജിയെ കുഴപ്പമൊന്നും 3 മാസം കൂടെ റെസ്റ്റ് അത് കഴിഞ്ഞ് ഇറങ്ങിക്കണം, ഒരു കുഴപ്പമില്ല. ചെറിയ ഓപ്പറേഷൻ ഒന്നും സാരമില്ല, കുഴപ്പമില്ല. നല്ല നിലയിൽ BJP വളർത്തിയെടുക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം വലിയ ഒരു വിജയത്തിലേക്കുള്ള കാൽവെപ്പായി മാറട്ടെ സർവശക്തനായ ദൈവം തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന നല്ലവരായ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നന്മകൾ നേർന്നുകൊണ്ട് ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനായ PCO സാറിന് പോകാൻ തിരക്കുള്ളതുകൊണ്ട് 1-2 പ്രതിഭകളെ ആദരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഒന്ന് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ആദ്യം നമ്മുടെ ബഹുമാനായ ഡോക്ടർ KU ചാക്കോ കരുത്തോളിൽ സാറ് സംസ്കൃത പണ്ഡിതനാണ്, റിട്ടയർഡ് പ്രൊഫസറാണ്,
വണ്ണപ്പുറത്തിന്റെ ചരിത്രമടക്കമുള്ള നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനായ ഡോക്ടർ KU ചാക്കോ കരുത്തോൾ സാറിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനി സിനി സെബാസ്റ്റ്യൻ പാരീസിൽ ഒരു മത്സരം ആയതുകൊണ്ട് അസൗകര്യം പറഞ്ഞിരുന്നു. സിനിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ശ്രീ PV ബേബി വൈദ്യൻ പാരമ്പര്യ നാട്ടുവൈദ്യ പ്രതിഭാ അവാർഡ് ജേതാവാണ്. ശിവഗിരി മഠമാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. ആദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ശ്രീ ജിമ്മി കാഞ്ഞിരത്തെങ്കിൽ വണ്ണപ്പുറം സ്ത്രീ പുരുഷ ശബ്ദത്തിൽ പാട്ടുപാടി സോഷ്യൽ മീഡിയയിൽ വൈറലായ ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിമാണ്. ജിമ്മി ആക്കിയിട്ടുണ്ട്. ബഹുമാന ജിമ്മിയെ കൃത്യമായി ക്ഷണിക്കുകയാണ്.